അതെ, പഴംപൊരി ശരിയായിട്ടില്ല എന്ന് ഇവിടെ ആരും പറയരുത് ട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഴുത്ത പഴം വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പഴംപൊരിയുടെ ഒരു റെസിപ്പി ആയിട്ടാട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം ട്ടോ. അപ്പോൾ നമുക്ക് പഴംപൊരിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ ഞാനിതാ ഒരു കപ്പ് മൈദ ഞാൻ അളന്നിട്ടിട്ടാണ് ഒരു കപ്പ് ചെറിയ കപ്പ് മൈദയാണ്. ആ മൈദയിലേക്ക് ഞാനിതാ ഒരു വലിയ ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 4 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അപ്പസോഡ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു നുള്ളു ഉപ്പും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടിയൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ലൂസാവാതെ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ മാവ് റെഡി ആവാൻ. ഇതാ ഞാൻ ഇളക്കുമ്പോൾ കാണുന്നില്ല, അതുപോലെ വേണം. ഇനി കുറച്ച് നേരം ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്, ഒരു 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതൊരു 3 പഴം എടുത്തിട്ടുണ്ടായിരുന്നു, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത പഴം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴമെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ അടച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പഴം കട്ട് ചെയ്തിട്ടുള്ള പഴം ഒന്ന് ബാറ്ററിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം മാവിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം തിളച്ച എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്, ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇട്ട് കൊടുത്തുള്ള പഴംപൊരി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഈ ഒരു മെത്തേഡിൽ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.